അതിരപ്പിള്ളിയിലെ കാട്ടുകൊമ്പൻ കബാലിയെ പ്രകോപിപ്പിച്ച തമിഴ്നാട് സ്വദേശികൾ വനം വകുപ്പിന്റെ പിടിയിൽ. കോയമ്പത്തൂർ സ്വദേശികളായ ജ്ഞാനവേൽ വാസു, സീലൻ ശിവകുമാർ എന്നിവരാണ് ഷോളയാർ ഫോറസ്റ്റിന്റെ പിടിയിലായത്. ഇന്ന് നവംബർ 1 സംസ്ഥാന രൂപീകരണത്തിന്റെ 69ാം വാർഷികം. പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞും വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചും മലയാളികൾ ഇന്ന് കേരളപ്പിറവി ആഘോഷിച്ചു. മാള ഉപജില്ല കേരള സ്കൂൾ കലോത്സവം നവംബർ 3, 4, 5, 6 തീയതികളിൽ അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 4 ചൊവ്വാഴ്ച രാവിലെ 9:15 VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിക്കും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അതിരപ്പിള്ളിയിലെ കാട്ടുകൊമ്പൻ കബാലിയെ പ്രകോപിപ്പിച്ച തമിഴ്നാട് സ്വദേശികൾ വനം വകുപ്പിന്റെ പിടിയിൽ. കോയമ്പത്തൂർ സ്വദേശികളായ ജ്ഞാനവേൽ വാസു, സീലൻ ശിവകുമാർ എന്നിവരാണ് ഷോളയാർ ഫോറസ്റ്റിന്റെ പിടിയിലായത്. ഇക്കഴിഞ്ഞ 19-ന് രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിലെ അമ്പലപ്പാറയിൽ റോഡിൽ ഇറങ്ങി നിന്ന കാട്ടാനയെ കാർ ഓടിച്ചു കയറ്റി പ്രകോപിപ്പിച്ചതിനാണ് കേസെടുത്തത്. പ്രതികൾ തന്നെയാണ് വാഹനത്തിനകത്തിരുന്ന് വീഡിയോ മൊബൈലിൽ ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ആദ്യം പ്രചരിപ്പിച്ചത്. എന്നാൽ കാട്ടാനയ്ക്ക് മുൻപിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി സ്വന്തം ജീവനും അതുവഴി വന്നിരുന്ന മറ്റു വാഹനയാത്രികരുടെ ജീവനും അപകടം വരുത്തുവാൻ ഇടയാക്കിയതായി വിമർശനം വന്നിരുന്നു. ആദ്യ സമയത്ത് ഇവരുടെ വാഹനത്തിനെ കുറിച്ച് വനം വകുപ്പിന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഇവർ വാഹനം ആനയ്ക്ക് മുൻപിലേക്ക് ഓടിച്ചു കയറ്റുന്നത് അന്നേ ദിവസം KSRTCയിൽ യാത്ര ചെയ്ത യാത്രക്കാരൻ വീഡിയോ എടുത്തിരുന്നു. ഇത് പുറത്തായതോടെയാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത്. തുടർന്ന് വനം വകുപ്പ് ഇവർക്കെതിരെ കേസെടുക്കുകയായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കോർപിയോ വാഹനവും വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തിയ ശേഷം മൊഴിയെടുത്ത് വിട്ടയച്ചു. വനം വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി തുടർ നടപടികൾ സ്വീകരിക്കും. ഷോളയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആൽബിൻ ആന്റണിയുടെ മേൽനോട്ടത്തിൽ ഷോളയാർ സ്റ്റേഷൻ ഡെപ്യൂട്ടി K സനിൽ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ MK സുനി, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ KR രാജേഷ്, PC പ്രവീൺ, PR പ്രിയങ്ക, രേഷ്മ പയസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. ഇന്ന് നവംബർ 1 സംസ്ഥാന രൂപീകരണത്തിന്റെ 69ാം വാർഷികം. 1956 നവംബർ 1 തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത്. 14 ജില്ലകളും 20 ലോക്സഭാ മണ്ഡലങ്ങളും 140 നിയമസഭാ മണ്ഡലങ്ങളും അടങ്ങുന്നതാണ് നമ്മുടെ കൊച്ചു കേരളം. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക ക്ഷേമം തുടങ്ങിയ മേഖലകളിൽ കേരളം എന്നും മുന്നിട്ട് നിൽക്കുന്നു. പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞും വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചും മലയാളികൾ ഇന്ന് കേരളപ്പിറവി ആഘോഷിച്ചു. കേരളത്തിന് ജന്മദിനാശംസകളുമായി അഷ്ടമിച്ചിറ GLP സ്കൂളിലെ വിദ്യാർത്ഥികൾ. കേരളപ്പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ മാതൃനാടിന് ജന്മദിനാശംസകളുമായി എത്തിയത്. തങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കിയ നാടൻ വിഭവങ്ങളാണ് കേരളത്തിന്റെ ജന്മദിനവേളയിൽ വിദ്യാർത്ഥികൾ പങ്കുവച്ചത്. വിദ്യാർത്ഥികൾ നേതൃത്വം നൽകിയ രുചിമേളം എന്ന പലഹാരമേള ദിനാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. കേരളത്തിന്റെ സമ്പന്നമായ സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ഗാനങ്ങൾ, നൃത്തങ്ങൾ, കവിതകൾ തുടങ്ങിയ നിരവധി പരിപാടികളാണ് വിദ്യാർത്ഥികൾ ആഘോഷത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചത്. നർത്തകിയും കഥകളി കലാകാരിയും അധ്യാപികയുമായ നിഷ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളിയെക്കുറിച്ചുള്ള ക്ലാസും നവരസ അഭിനയവും വിദ്യാർത്ഥികൾക്ക് ടീച്ചർ കാഴ്ചവെച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് സുർമി നിസാർ, ഹെഡ് മാസ്റ്റർ സുരേഷ് കുമാർ, അനുഷ ഔസഫ്, നിമി അശോകൻ എന്നിവർ പങ്കെടുത്തു. കേരളത്തിന്റെ ഐതിഹ്യത്തിൽ നിറഞ്ഞ പരശുരാമന്റെ വേഷധാരികൾ കേരളപ്പിറവി ദിന സന്ദേശങ്ങൾ നൽകി. കേരളപ്പിറവി ദിനാഘോഷം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറക്കാനാകാത്ത അനുഭവമായി. വെള്ളിക്കുളങ്ങര KSEB സെക്ഷന്റെ നേതൃത്വത്തിൽ കേരളപ്പിറവി ദിനവും മലയാള ഭാഷാ മഹത്വവും ആചരിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ സംഗീത തോമസ് പ്രതിജ്ഞ ചൊല്ലി. സീനിയർ സൂപ്രണ്ട് MN സുധി, ഓവർസിയർ സുധീർ AM, ലൈൻമാൻ ജഗജീവൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് CNN ബോയ്സ് സ്കൂളിൽ 69ാമത് കേരളപ്പിറവി ദിനം വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളോടെ ആചരിച്ചു. പ്രധാനാധ്യാപകൻ KK ഗിരീഷ് കുമാർ, അധ്യാപിക സജിത P എന്നിവർ കേരളപ്പിറവി ദിന സന്ദേശം നൽകി. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രസംഗം, സംഘഗാനം, അഭിനയഗാനം, കേരളത്തിന്റെ ജില്ലകൾ എളുപ്പത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന കഥ എന്നിവ അരങ്ങേറി.
ചടങ്ങിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കേരളീയം പതിപ്പിന്റെ പ്രകാശനം വിദ്യാർത്ഥിയായ റോഷൻ KR പ്രധാനാധ്യാപകൻ KK ഗിരീഷ് കുമാറിന് നൽകി നിർവഹിച്ചു. തുടർന്ന് കേരളപ്പിറവി ക്വിസ് മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. കേരളീയ വസ്ത്രം ധരിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും എത്തിയത് വേറിട്ട കാഴ്ചയായി. കൊടകര സരസ്വതി വിദ്യാനികേതൻ വിദ്യാലയത്തിൽ കേരളപ്പിറവി ദിനം വിപുലമായി ആഘോഷിച്ചു. പ്രിൻസിപ്പൽ റോഷൻ P. നായർ ദീപപ്രജ്വലനം നടത്തി. വിദ്യാലയ മാനേജർ TK സതീഷ് കേരളപ്പിറവി സന്ദേശം നൽകി. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കളരിപ്പയറ്റും കുട്ടികളുടെ കലാപരിപാടികളും കേരളപ്പിറവി ദിനം വർണ്ണാഭമാക്കി. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മാള ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം നവംബർ 3, 4, 5, 6 തീയതികളിൽ അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 4 ചൊവ്വാഴ്ച രാവിലെ 9:15 അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിക്കും. കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് അധ്യക്ഷത വഹിക്കും. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. മേളയിലെ കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് സിജി പ്രദീപ് നിർവഹിക്കും. 5 ബുധനാഴ്ച വൈകിട്ട് 6:30 സാംസ്കാരിക സന്ധ്യയുടെ ഉദ്ഘാടനം പ്രശസ്ത ചിത്രകാരൻ സുരേഷ് മുട്ടത്തി നിർവഹിക്കും. നവംബർ 6 വൈകിട്ട് 5 മണിക്ക് സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൂർമഠത്തിൽ അധ്യക്ഷത വഹിക്കും. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് മുഖ്യാതിഥിയാകും. നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ I. ജയ, ജോയിന്റ് കൺവീനർ MP മാലിനി, സജി C. പോൾസൺ, ജിബി പെരേപ്പാടൻ എന്നിവർ സംസാരിച്ചു. 9ഓളം വേദികളിലായിട്ട് 5000-ലധികം കുട്ടികളാണ് ഈ വർഷം ഈ മേളയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂരിൻ്റെ ബഹുമാനപ്പെട്ട MLA VR സുനിൽകുമാറാണ് നിർവഹിക്കുന്നത്. സമാപന സമ്മേളനം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫാണ്. 4 ദിവസവും മേളയുടെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാനുള്ളൊരു തീരുമാനം സംഘാടക സമിതിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ എടുത്തു പോയിട്ടുണ്ട്. മറ്റ് ഈ മേളയുടെ വിജയത്തിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രോഗ്രാം നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഷെഡ്യൂളുകൾ, അതുപോലെ തന്നെ ഓഫ് സ്റ്റേജ് 3-ാം തീയതി രചനാ മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് നടക്കുന്നത്. അതിന് വിവിധ ക്ലാസ് മുറികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. മതിലകം പാപ്പിനിവട്ടം GLPS സ്കൂളിൽ വർണ്ണക്കൂടാരം ഒരുക്കി. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടിയുടെ അവകാശം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായാണ് വർണ്ണക്കൂടാരം ഒരുക്കിയത്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പ്രീ പ്രൈമറി ക്ലാസുകളെ ഉയർത്താൻ 10 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. പൂർണ്ണമായും ശിശു കേന്ദ്രീകൃതമായ 13 പ്രവർത്തന ഇടങ്ങളാണ് വിദ്യാലയത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇ.ടി. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. നാം പറയുന്നില്ലേ, ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പണ്ട് വാക്കിൽ മാത്രമാണ്. ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നു, മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന പല വാചകങ്ങൾ, പക്ഷെ അതൊന്നും വേണ്ടത്ര ഫലത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കരുത്. ഇപ്പം അതെല്ലാം മാറി കുട്ടികളെ നന്നായി കേന്ദ്രീകരിച്ചിട്ടുള്ള പഠന പ്രക്രിയയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏത് സന്ദർഭത്തിലും കുട്ടികളെ കൂടി ചേർത്ത് നിർത്തി നമ്മൾ കാര്യങ്ങൾ ആലോചിക്കുന്നത്. കുട്ടികൾക്ക് ആവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സ്കൂളിൽ ലഭ്യമാക്കാനുള്ള പരിശ്രമം തുടങ്ങി. പണ്ട് നമ്മുടെ സ്കൂളിൽ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും ഈ ക്ലാസ് മുറിയിൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര കരച്ചിൽ കേൾക്കും. എന്താണെന്നറിയും, കുട്ടികളെ നല്ല തല്ലിയിട്ടും പിച്ചിട്ടും ഒക്കെ ഉള്ള കരച്ചിലാണ്, ഭയങ്കര കരച്ചിലാണ്. ഇപ്പൊ ആ കരച്ചിന്റെ ഓർമ്മ പോലും ഇല്ല. ആ കരച്ചില് എവിടെ കേൾക്കാന്നറിയും, അടികൊണ്ടിട്ടേ. ഇപ്പൊ ചൂരൽ പതുക്കെ മാറിപ്പോയിട്ടുണ്ട്. ആരും അങ്ങനെ സ്കൂളുകൾ ഉപയോഗിക്കേണ്ട ഒരു രീതിയല്ല എന്നിപ്പോ മനസ്സിലാക്കിയ സമൂഹമായി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ, പ്രിയ ഹരിലാൽ, MK പ്രേമാനന്ദൻ, സ്കൂൾ പ്രധാന അധ്യാപിക ഷാർലറ്റ് പിൻഹീറോ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, PTA അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
തിരുവനന്തപുരത്ത് നടന്ന കേരള സ്കൂൾ ഒളിമ്പിക് ഗെയിംസിൽ വിജയികളായ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ചു. നീന്തൽ മത്സരത്തിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 100 മീറ്റർ ബട്ടർഫ്ലൈ, 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മീറ്റർ റെക്കോർഡോടുകൂടി സ്വർണ്ണ മെഡലും, 50 മീറ്റർ ബട്ടർഫ്ലൈയിൽ സ്വർണ്ണ മെഡലും, 400 മീറ്റർ മെഡ്ലേ റിലേയിൽ സിൽവർ മെഡലും നേടി വ്യക്തിഗത ചാമ്പ്യനായ VN നിവേദ്യ, നീന്തലിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 50 മീറ്റർ ബട്ടർഫ്ലൈയിൽ വെങ്കല മെഡൽ നേടിയ പാർവതി നിതീഷ്, സീനിയർ പെൺകുട്ടികളുടെ വുഷു മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ ദേവിന സുജീഷ്, മറ്റു വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത 20ഓളം കായിക താരങ്ങളെയാണ് അനുമോദിച്ചത്. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ് മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, പ്രധാന അധ്യാപകൻ KS കിരൺ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, ബിജു മോഹൻ ബാബു, TN സിജിൽ, KS ബിന്ദു, മുഹമ്മദ് സുഹൈൽ, S പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. 21 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ പൂർത്തിയാക്കിയ സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശനെ ചടങ്ങിൽ ആദരിച്ചു. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം നവംബർ 4, 5, 6, 7 ദിവസങ്ങളിൽ നടക്കും. SHCG HSS ചാലക്കുടി, SHCG LP ചാലക്കുടി, സെന്റ് മേരീസ് LPS ചാലക്കുടി, HS ചാലക്കുടി, GLPS ഈസ്റ്റ് ചാലക്കുടി, ഫാസ് ഓഡിറ്റോറിയം എന്നീ സ്കൂളുകളിലാണ് വേദിയൊരുക്കുക. നവംബർ 5 രാവിലെ 9:30 SHCG HSS സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര താരം ഹൃദ്യ ശലൻ മുഖ്യാതിഥിയാവും. നവംബർ 7 വൈകിട്ട് 5 ചേരുന്ന സമാപന യോഗം ചാലക്കുടി ബെന്നി ബെഹന്നാൻ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ മുഖ്യാതിഥിയാവും. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ചാലക്കുടി AEO PB നിഷ, ജനറൽ കൺവീനർ C റോസ്ലിൻ, AB ദിവ്യ, നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ MM അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ കലോത്സവം സാരസ്വതം 2025 രചനാ മത്സരങ്ങൾ ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നടന്നു. എഴുത്തുകാരനും ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാര ജേതാവുമായ ശ്രീജിത്ത് മുത്തേടത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ TN രാമൻ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന കലോത്സവ പ്രമുഖ് കൃഷ്ണൻകുട്ടി മാസ്റ്റർ, ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ സെക്രട്ടറി വിനോദ് MV, ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭൻ, സ്കൂൾ മാനേജർ U പ്രഭാകരൻ, സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീപ്, ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കലോത്സവ സംയോജക് ബിന്ദു PP എന്നിവർ സംസാരിച്ചു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 500ഓളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. നവംബർ 28, 29 തീയതികളിൽ പ്രധാന കലോത്സവം വ്യാസവിദ്യാനികേതനിൽ നടക്കും. കവി, വിവർത്തകൻ, നിമിഷകവി, സാംസ്കാരിക പ്രവർത്തകൻ, ഗ്രന്ഥകാരൻ എന്നീ നിലകളിൽ കൊടുങ്ങല്ലൂരിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന മഹാകവി തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോന്റെ സ്മരണാർത്ഥം തിരുവള്ളൂർ തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ സ്മാരക ഗ്രാമീണ ഗ്രന്ഥശാല നൽകിവരുന്ന വന്ദേ ഗോപാലം 2025 സ്മാരക പുരസ്കാര സമർപ്പണം നടത്തി. അമൃത വിദ്യാലയം അധ്യാപികയും കവയത്രി, എഴുത്തുകാരി, ആധ്യാത്മിക പ്രഭാഷക എന്നീ നിലകളിൽ പ്രശസ്തയുമായ VD ഷീലയ്ക്കാണ് 5ാമത് സ്മാരക പുരസ്കാരം. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം കൊടുങ്ങല്ലൂർ DYSP VK രാജു പുരസ്കാര സമർപ്പണം നടത്തി. ശൃംഗപുരം വിവേകാനന്ദ കേന്ദ്രം വേദിക് വിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ M ലക്ഷ്മികുമാരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് MK ഉദയഭാനു അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയം പ്രധാന അധ്യാപിക സ്വാമിനി ഗുരു പ്രിയാമൃത പ്രാണ, കൊടുങ്ങല്ലൂർ സാഹിത്യ സദസ്സ് പ്രസിഡന്റ് നന്ദകുമാർ, മാതൃസമിതി സെക്രട്ടറി ധന്യ ശെൽവകുമാർ, ജനപ്രതിനിധികളായ KS രാജീവൻ, ശാലിനി വെങ്കിടേഷ്, അക്ഷര ശ്ലോക സദസ് താലൂക്ക് അധ്യക്ഷൻ പീതാംബരൻ മാഷ്, സജി മധു അയ്യാരിൽ, സുരാഗി പ്രസാദ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പച്ചക്കറി തൈകളുടെ വിതരണവും നടന്നു.
കേരളത്തിലെ സർവീസ് പെൻഷൻകാർക്ക് അർഹമായ പെൻഷൻ പരിഷ്കരണവും ക്ഷാമാശ്വാസവും വർഷങ്ങൾ പിന്നിട്ടതിനു ശേഷവും നിഷേധിക്കുന്ന നിലപാടിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ സബ് ട്രഷറിയുടെ മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. കയ്പമംഗലം കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ യോഗം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി TM കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് PK സെയ്ദ് മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പ്രൊഫസർ KA സിറാജ്, PA മുഹമ്മദ് സഗീർ, സുധാകരൻ മണപ്പാട്ട്, രാജേന്ദ്ര പ്രസാദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PN മോഹനൻ, നിയോജക മണ്ഡലം സെക്രട്ടറി P സുരേഷ്, അസോസിയേഷൻ ജില്ലാ ബ്ലോക്ക് കമ്മിറ്റി നേതാക്കളായ EK സോമൻ, VK സെയ്ദു, പ്രൊഫസർ PK നൂറുദ്ദീൻ, അഡ്വക്കേറ്റ് KM ബഷീർ, വഹീദ, KA ഹൈദ്രോസ്, TS രാജേന്ദ്രൻ, KG മുരളീധരൻ, OC മുരളീധരൻ, PK ഹരിദാസ്, PM തോമസ് എന്നിവർ സംസാരിച്ചു. വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ FSETO ചാലക്കുടി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളിലായി നടത്തിയ കാൽനട ജാഥ ചാലക്കുടി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. സമാപന യോഗം CITU ചാലക്കുടി ഏരിയ സെക്രട്ടറി EA ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ വൈസ് പ്രസിഡന്റ് AM ഗോപി അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S സജീവ് കുമാർ ക്യാപ്റ്റനും AKG CT ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗിരീഷ് MC, KSTA വൈസ് ക്യാപ്റ്റനും KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MA സതി മാനേജറുമായുള്ള ജാഥ കൊടകര ഫ്ലൈ ഓവർ ജംഗ്ഷനിൽ വെച്ച് 29 വൈകിട്ട് CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് 30 രാവിലെ പനമ്പിള്ളി കോളേജിൽ നിന്നും ആരംഭിച്ച് ചൗക്ക, എലിഞ്ഞപ്ര, പരിയാരം, പൂലാനി എന്നീ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകിട്ട് മേലൂർ ജംഗ്ഷനിൽ സമാപിച്ചു. 31 രാവിലെ കൊരട്ടി പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ആരംഭിച്ച് ചെറുവാളൂർ, പറയംകുന്ന്, അന്നനാട്, മണ്ടിക്കുന്ന് സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ജാഥ പര്യടനം പൂർത്തിയാക്കിയത്. ജാഥയ്ക്ക് NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KM മഞ്ചേഷ്, ജില്ലാ കമ്മിറ്റി അംഗം VK സുധീർ, KGOA ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് V ചന്ദ്രൻ, K രാജേന്ദ്രൻ, KV പ്രഫുൽ, വിധു മേനോൻ, AKJ CT ജില്ലാ സെക്രട്ടറി ആൽബർട്ട് T ആന്റണി, വിവേക് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പിള്ളിയിലെ കാട്ടുകൊമ്പൻ കബാലിയെ പ്രകോപിപ്പിച്ച തമിഴ്നാട് സ്വദേശികൾ വനം വകുപ്പിന്റെ പിടിയിൽ. കോയമ്പത്തൂർ സ്വദേശികളായ ജ്ഞാനവേൽ വാസു, സീലൻ ശിവകുമാർ എന്നിവരാണ് ഷോളയാർ ഫോറസ്റ്റിന്റെ പിടിയിലായത്. ഇന്ന് നവംബർ 1 സംസ്ഥാന രൂപീകരണത്തിന്റെ 69ാം വാർഷികം. പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞും വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചും മലയാളികൾ ഇന്ന് കേരളപ്പിറവി ആഘോഷിച്ചു. മാള ഉപജില്ല കേരള സ്കൂൾ കലോത്സവം നവംബർ 3, 4, 5, 6 തീയതികളിൽ അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 4 ചൊവ്വാഴ്ച രാവിലെ 9:15 VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.